ക്വാഡ് സഖ്യ രാജ്യങ്ങളുമായി ചേർന്നുള്ള മലബാർ നാവികാഭ്യാസത്തിൽ നിന്ന് പിന്മാറണമെന്ന ചൈനയുടെ ആവശ്യം ഇന്ത്യ തള്ളിക്കളഞ്ഞു. ബംഗാൾ ഉൾക്കടലിലാണ് സംയുക്ത നാവികാഭ്യാസം നടത്തുക. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. രാധാകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. നമ്മുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ചൈന ഇടപെടുന്നതിന് ഏറ്റവും അവസാനത്തെ ഉദാഹരണമായി ഇതിനെ കാണാൻ കഴിയും. മാത്രമല്ല, അവരെന്തെല്ലാം മിലിറ്ററി എക്സർസൈസ് നടത്താമോ അതെല്ലാം അവർ ചെയ്തു കൂട്ടുന്നുണ്ട്. എന്നാൽ ഇന്ത്യ നടത്തുമ്പോൾ മാത്രം അവർ കുറ്റം കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. എന്താണ് വിവരങ്ങൾ? എസ് കെ എൻ, ചൈനയുടെ കണ്ണുകടിക്ക് ഇന്ത്യ നല്ല മറുപടിയാണ് നൽകിയിരിക്കുന്നത്. ചൈന അമേരിക്കയാണ് നമ്മൾ ലോക പോലീസ് എന്ന് വിളിക്കുന്നെങ്കിലും അമേരിക്കയെ അധികരിച്ച് ഒരു വലിയ മേധാവിത്വം ലോകരാജ്യങ്ങൾക്കിടയിൽ ഉണ്ടാക്കാനായിട്ട് ചൈന അവരുടെ തന്ത്രങ്ങൾ ഉപയോഗിച്ച് ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയെയും സമ്മർദ്ദപ്പെടുത്താനായിട്ടുള്ള ചില ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ ചൈന രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉള്ളത്. കഴിഞ്ഞ ഷാങ്ഹായ് ഉച്ചകോടിയിൽ ഈ വിഷയം ചൈന ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇന്ത്യ അന്ന് മൈൻഡ് ചെയ്തില്ല. പക്ഷേ വീണ്ടും ഈ വിഷയം ഒരു പരാതി എന്ന രീതിയിൽ ചൈന ഉന്നയിച്ച ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള നിലപാടും പ്രതികരണവും ഉണ്ടായിരിക്കുന്നത്. ചൈന പറയുന്നത് ഈ നടത്തുന്ന പ്രകടനം ഈ വലിയ രീതിയിൽ രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങളെ സങ്കീർണമാക്കും എന്നുള്ളതാണ് ചൈന പറയുന്നത്. ബംഗാൾ ഉൾക്കടലിൽ ക്വാഡ് രാജ്യങ്ങൾക്ക് ഒപ്പമാണ് ഇത്തവണത്തെ ഈ സൈനിക അഭ്യാസം, മലബാർ സൈനിക അഭ്യാസം ഇന്ത്യ നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഈ ക്വാഡ് സഖ്യത്തിലുള്ള രാജ്യങ്ങളുടെ പേരാണ് ഒരുപക്ഷെ ചൈനയെ സംബന്ധിച്ച് അവർക്ക് ആശങ്കയുണ്ടാക്കുന്നത്. അമേരിക്ക, ഓസ്ട്രേലിയ, ജപ്പാൻ, ഇന്ത്യ ഈ രാജ്യങ്ങളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഉള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ അഭ്യാസ പ്രകടനം, മലബാർ അഭ്യാസ പ്രകടനം ഇത് ഒഴിവാക്കണം എന്നതാണ് ചൈനയുടെ നിർദ്ദേശം. സാധിക്കില്ലെന്ന് ഇന്ത്യ മറുപടി നൽകിയിരിക്കുന്നു. മാത്രമല്ല, ക്വാഡ് അംഗരാജ്യങ്ങളുമായുള്ള ബന്ധം ഇന്ത്യ സുദൃഢമാക്കുന്ന നടപടികളാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. അതിലേതെങ്കിലും വിധത്തിൽ ചൈനയ്ക്ക് ആശങ്ക ഉണ്ടാകേണ്ട കാര്യമല്ല. ഇന്ത്യയെ സംബന്ധിച്ച് അംഗരാജ്യങ്ങൾക്ക് ഇടയിൽ കൂടുതൽ സൗഹാർദ്ദപരമായിട്ടുള്ള, ഏറ്റവും കൂടുതൽ സഹകരിക്കുന്ന അന്തരീക്ഷം ഉണ്ടാക്കുക എന്നത് ഇന്ത്യയുടെ അവകാശമാണ് എന്നതുകൂടി ഇന്ത്യ മറുപടി പറയുന്നു. ചൈന നടത്തുന്ന പ്രകോപനങ്ങൾ അവസാനിപ്പിച്ചാൽ തീരുന്നതേ ഉള്ളൂ ഈ മേഖലയിലെ പ്രശ്നങ്ങൾ എന്നുള്ളതാണ് ഇന്ത്യയുടെ. രാധാകൃഷ്ണൻ, മറ്റൊരു കാര്യം, മണിപ്പൂരിലേക്ക് ഇന്ന് രാഹുൽ ഗാന്ധി സന്ദർശനം നടത്തുന്നു. മാത്രമല്ല, അസമിലെ പ്രളയബാധിത പ്രദേശങ്ങൾ അദ്ദേഹം സന്ദർശിക്കുമെന്ന് പറയുന്നു. പെട്ടെന്ന് പറഞ്ഞാൽ എന്താണ് അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ്? എസ് കെ എൻ, പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് രാജ്യത്തെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മേഖലകളിൽ സങ്കീർണമായിട്ടുള്ള മേഖലകളിലേക്ക് തൻ്റെ യാത്രകൾ ക്രമീകരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നലെ അടക്കമുള്ള ദിവസങ്ങളിൽ ഹത്രാസ് ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് അദ്ദേഹം യാത്ര നടത്തിയിരുന്നു. അതിനനുബന്ധമായിട്ടാണ് ഈ മണിപ്പൂർ ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് അദ്ദേഹം യാത്ര നടത്തുന്നത്. മൂന്നാം തവണയാണ് രാഹുൽ ഗാന്ധി മണിപ്പൂരിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷം സന്ദർശനം നടത്തുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഈ പാർലമെൻറ്റിലെ നയപ്രഖ്യാപനത്തിൻ്റെ നന്ദി പ്രമേയ ചർച്ചയിൽ പ്രധാനമന്ത്രി ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. മണിപ്പൂരിലേത് ഏതെങ്കിലും വിധത്തിലൊരു മതസംഘർഷമല്ല, മറിച്ച് അവിടെ ഉണ്ടായിട്ടുള്ള സംഘർഷത്തെ രാഷ്ട്രീയവൽക്കരിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചത്. ഈ സാഹചര്യത്തിൽ മണിപ്പൂർ സന്ദർശിക്കുക എന്നത് രാഷ്ട്രീയമായിട്ട് വലിയ പ്രാധാന്യം ഉള്ള ഒന്നാണ്. അത് രണ്ട് ഭാഗങ്ങളിലും, അത് ചുരാചന്ദ്പൂർ അടക്കമുള്ള മേഖലകളിലും കുക്കി ആധിപത്യമുള്ള മേഖലകളിലും ഇംഫാൽ അടക്കമുള്ള മേഖലകളിലും ഉള്ള സന്ദർശനം നടത്താനായിട്ടുള്ള തീരുമാനമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് അദ്ദേഹം മണിപ്പൂരിലെ എല്ലാ ഭാഗങ്ങളിലും സന്ദർശിക്കുന്ന വിധത്തിൽ തൻ്റെ സന്ദർശന പരിപാടികൾ ക്രമീകരിച്ചിട്ടുണ്ട്. 5 മണിക്കൊരു വാർത്താ സമ്മേളനവും അദ്ദേഹം മാധ്യമങ്ങളെ കാണാനായിട്ട് PCC ഓഫീസിൽ വെച്ച് വിളിച്ചിട്ടുണ്ട്. മണിപ്പൂരിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം, എസ് കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഇക്കൂട്ടത്തിൽ സൂചിപ്പിക്കട്ടെ. ഇന്ന് ഈ മണിപ്പൂരിലെ വിദ്യാർത്ഥികൾ നൽകിയ ഒരു ഹർജിയും സുപ്രീം കോടതിയുടെ പരിഗണനയിൽ എത്തുന്നുണ്ട്. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഈ ദിവസം രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തിന് ഏറെ പ്രാധാന്യമാണ് ഉള്ളത്. രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ, മണിപ്പൂർ വിഷയത്തിൽ സർക്കാർ എടുത്തിരിക്കുന്ന പ്രതിരോധം, അത് സ്വാഭാവികമായിട്ടും കോൺഗ്രസിൻ്റെ കാലത്ത് 10 തവണ ഈ വിധത്തിൽ സംഘർഷമുണ്ടായിട്ടുണ്ട് എന്നതടക്കമുള്ള പ്രതിരോധങ്ങൾ, ആ പ്രതിരോധത്തിന് കൂടി ഉള്ള നിലപാടായിരിക്കും അദ്ദേഹം വ്യക്തമാക്കാനായിട്ട് പോകുന്നത്. രാഹുൽ ഗാന്ധിയോടൊപ്പം പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ അവിടെ സന്ദർശിക്കുന്നുണ്ട്. ഇരകൾ പാർക്കുന്ന മേഖലകളിലെല്ലാം എത്തുക എന്നുള്ളതാണ് തൻ്റെ സന്ദർശനത്തിൻ്റെ ലക്ഷ്യം എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നത്. ഒപ്പം അസമിലെ പ്രളയബാധിത മേഖലകളൊക്കെ രാഹുൽ ഗാന്ധി സന്ദർശിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. താങ്ക് യു. ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.